നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആനന്ദനും ദേവിയും തമ്മിൽ കാണുകയും അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാവുകയും ചെയ്തു. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് സിദ്ധാർത്ഥന്റെ ആലോചന ഒഴിവാക്കുകയല്ലേ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. അഞ്ജിതയ്ക്ക് അഭിഷേകിനെ ഇഷ്ടായോ? പെണ്ണിനും ചെക്കനും ഇഷ്ടായ സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് മുഹൂർത്തം നോക്കി നമുക്ക് നാളെ കുറിച്ചൂടെ? നാളും മുഹൂർത്തമൊക്കെ കുറിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡിന് സമ്മതമാണെങ്കിൽ മാത്രമേ അഞ്ജിതയും അഭിഷേകം തമ്മിലുള്ള വിവാഹം നടക്കൂ. എന്താ ഡിമാൻഡ്? മുത്തശ്ശി പറഞ്ഞോളൂ. അഭിഷേകിന്റെ വിവാഹത്തിനൊപ്പം തന്നെ മഹാദേവന്റെയും ജാനകിയുടെയും മൂത്ത മകനായ സിദ്ധാർത്ഥന്റെ വിവാഹം കൂടി നടത്തണമെന്ന് ഞങ്ങൾക്കുണ്ട്. അവന് വേണ്ടി ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ദേവികയെ. ദേവിക ആ വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിച്ചാൽ മാത്രമേ അഞ്ജിതയും അഭിഷേകുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അത് മുത്തശ്ശി, ഇതിപ്പോ കടുവയെ പിടിച്ച കിരുവിയെ പോലെ ആയല്ലോ. ദേവികയുടെ അഭിപ്രായം എന്താ? അത് പറയാം. ഈ സിദ്ധാർത്ഥിനെ ഞങ്ങള് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്യാണത്തിന് അവൻ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഋഷി ഗോപിയെ താലികെട്ടാൻ നേരത്ത് ഗോപിയെ... ക്ഷമിക്കണം, ഈ ബന്ധം നടക്കില്ല. ദേവികയും നിങ്ങളുടെ മകൻ സിദ്ധാർത്ഥം തമ്മിലുള്ള വിവാഹം നടക്കില്ല. എന്താ കാരണം? ദേവികയ്ക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. കണ്ടില്ലേ, ഈ വെള്ള ആ ചെക്കൻ്റെ അമ്മ എണീച്ചത്. വളയിടൽ ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് മാറ്റി ചിന്തിക്കാനാവില്ല. പോരാത്തതിന് അവർ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു നല്ല കുടുംബവുമാണ്. പയ്യനും മോശക്കാരനല്ല, നല്ല സ്വഭാവ ഗുണവും മര്യാദയുള്ളവനാണ്. ആനന്ദനും ദേവിയും തമ്മിൽ കാണുകയും അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാവുകയും ചെയ്തു. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് സിദ്ധാർത്ഥന്റെ ആലോചന ഒഴിവാക്കുകയല്ലേ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ അലോഹ്യൊന്നും തോന്നരുത്. ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ.
ഒരു കാരണം കൊണ്ട് എന്റെ മോളുടെ വിവാഹം മുടങ്ങിപ്പോവോ? അല്ല, ഈ ഗോപികയുടെ ജാതകദോഷം മാറുന്നതാണല്ലോ പ്രധാനം. ആ ദോഷം മാറാനായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച പോരെ? അഞ്ജിതയെ അഭിഷേക് വിവാഹം കഴിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. അപ്പൊ പിന്നെ നമുക്ക് അഞ്ജിതയുടെ കാര്യമായിട്ട് മുന്നോട്ട് പോയാലോ? സിദ്ധാർത്ഥന് ഏതായാലും ദേവികയേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടില്ല. ഇപ്പോൾ അഴിഞ്ഞുകൊടുത്ത എല്ലാ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും തെറ്റും. അത് പാടില്ല. അമ്മേ, സുലോചന ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളുടെ ഡിമാൻഡിന് ഒരു മാറ്റവും ഇല്ല. 2 വിവാഹങ്ങൾ നടക്കണം. ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ അഞ്ജിതയെ അഭിഷേകമായിട്ടുള്ള വിവാഹം നടക്കില്ല. വാക്കുറപ്പിച്ച് എത്രയോ കല്യാണങ്ങൾ മാറ്റി നടത്തപ്പെടുന്നു. ദേ, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. എന്തു വേണോന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ദേവിക ഒന്ന് ചിന്തിക്കൂ. അഞ്ജിതയുടെയും ഗോപികയുടെയും ഭാവി ഇപ്പോ ദേവികയുടെ കൈകളിലാണ്. അതുകൊണ്ട് ദേവികയുടെ മറുപടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതോർത്താൽ ആലോചിച്ചിട്ട് പറയും. എന്നാ പിന്നെ നമുക്കിറങ്ങാം. എന്നാ ഇറങ്ങട്ടെ. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.